ലോകകപ്പ് ഇങ്ങടുത്തെത്തി. ടീമുകളുടെ എണ്ണത്തിൽ തുടങ്ങി കളി നിയമത്തിൽ വരെ പ്രത്യേകതകൾ ഒരുപാടുള്ള ലോകകപ്പാണിത്. ഫുട്ബോളിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് അഥവാ ഇഫാബ് രൂപം നൽകിയ പുതിയ നിയമങ്ങളാണ് ലോകകപ്പോടെ പ്രാബല്യത്തിലാകാൻ പോകുന്നത്. സമീപകാലത്ത് വലിയ രീതിയിൽ ചർച്ചയായ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫൈനലിലെ വിവാദ സംഭവങ്ങൾ, വിനീഷ്യസ് ജൂനിയറിനെതിരായ വംശീയാധിക്ഷേപം അടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനം വായപ്പൊത്തി സംസാരിച്ചാൽ റെഡ് കിട്ടുമെന്നതാണ്. മത്സരത്തിനിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടെ താരങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൈകൊണ്ടോ ജേഴ്സി കൊണ്ടോ വാ മൂടിയാൽ സ്ട്രൈറ്റ് റെഡ് കാർഡ് കിട്ടും. അതേസമയം സൗഹൃദ സംഭാഷണങ്ങൾക്കിടെ വാപ്പൊത്തി സംസാരിക്കുന്നത് അനുവദിക്കുകയും ചെയ്യും. റയൽ മാഡ്രിഡ് ബെൻഫിക്ക ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ വിനീഷ്യസ് ജൂനിയറിനെതിരെ ജിയാൻലൂക്ക പ്രസ്റ്റിയാനി വംശീയാധിക്ഷേപം നടത്തിയത് വലിയ വിവാദമായിരുന്നു. വാ കൈകൊണ്ട് മറച്ച് സംസാരിച്ചതിനാൽ എന്താണ് പ്രസ്റ്റിയാനി കൃത്യമായി പറഞ്ഞതെന്നും വ്യക്തമായില്ല. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ വാ മറച്ച് സംസാരിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ നൽകാൻ ഫിഫ തീരുമാനിച്ചത്. വരാനിരിക്കുന്ന ലോകകപ്പിലെ ഏറ്റവും നിർണായകമാകുന്ന തീരുമാനവും അതാകും. സമീപകാലത്ത് തന്നെ നടന്ന മറ്റൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത നിയമം നടപ്പിലാക്കാനൊരുങ്ങുന്നത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫൈനലിനിടെ മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിനിടെ റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സെനഗൽ ടീം മൈതാനം വിട്ടിരുന്നു. പിന്നീട് ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സെനഗൽ തിരിച്ചുവന്ന് കളിക്കാൻ തീരുമാനിച്ചത്. ഇത്തരക്കാർക്കെതിരെയും ഫിഫ വടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മൈതാനം വിട്ടാലും ഡയറക്റ്റ് റെഡ് കാർഡാണ് ശിക്ഷ. താരങ്ങളെ മൈതാനം വിടാൻ പ്രേരിപ്പിക്കുന്ന ടീം ഒഫീഷ്യൽസിനും നിയമം ബാധകമാണ്. ത്രോയിനും സബ്സ്റ്റിറ്റ്യൂഷനും വൈകിപ്പിച്ചാലും ഇനി ശിക്ഷയുണ്ട്.